ഉന്നാവോ ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം. വനിതാ സാമൂഹ്യ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഉന്നാവോ ബലാത്സംഗ കേസിലെ ഇരയ്ക്ക് നീതി ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരം ഇപ്പോൾ നടക്കുന്നത്. ഈ അതീവ സുരക്ഷിത മേഖലയിലാണ് ഇപ്പോൾ 4 വനിതാ സാമൂഹ്യ പ്രവർത്തകർ ഇപ്പോൾ ഈ ഉന്നാവോ ബലാത്സംഗ കേസിലെ ഇരയ്ക്കും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ അങ്കിത ഭണ്ഡാരി കൊലപാതക കേസിലെ ഇരയ്ക്കും നീതി ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരം ഇപ്പോൾ നടത്തുന്നത്. ഈ പ്രതിഷേധക്കാരോട് ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന്, അല്ലെങ്കിൽ ഈ അതീവ സുരക്ഷിത മേഖലയിൽ നിന്ന് മാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യം ഇതുവരെയും കേട്ടിട്ടില്ല. കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂറോളമായി ഈ സമരം ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. ഈ ഉന്നാവോ കേസിൽ ഡൽഹി ഹൈക്കോടതി BJP മുൻ MLA സെങ്കാറിന്റെ ശിക്ഷ മരവിപ്പിക്കുകയും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇത് വ്യാപകമായ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരുന്നു. ഡൽഹി ഹൈക്കോടതി ഉത്തരവ് നീതിയുക്തമല്ല എന്നും അതുപോലെ തന്നെ നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ CBIയുടെ അപ്പീൽ. ഇതിനിടയിലാണ് ഈ വിധിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. We can see that a lot of people, in fact women across the country, not only women, all the aware citizens who have a conscience are seeing that there is injustice that is happening, and a lot of people are joining us in raising our voice. Our idea is to just be the medium to be able to make the government wake up. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ ഇപ്പോൾ ഈ പ്രതിഷേധ സമരം നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് എത്തി ഇവരോട് ഇവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യം ഇതുവരെയും ഈ സമരക്കാർ അംഗീകരിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.